ഇതിൻ്റെ കൂടെ അതേ സിമിലർ ഇമ്പോർട്ടൻസ് ആണ് വാട്ട് ടൈപ്പ് ഓഫ് ടൂത്ത് പേസ്റ്റ്. ഇപ്പോൾ വി സി എ ലോട്ട് ഓഫ് ആഡ്സ് ഓൺ ടി വി, ഡെൻറ്റിസ്റ്റ് റെക്കമെൻഡഡ് ടൂത്ത് പേസ്റ്റ്. ബട്ട് ആസ് എ ലേമാൻ സാറിൻ്റെ ഒരു സജഷൻ, what is the ideal toothpaste or what should we look for an ideal toothpaste? ടൂത്ത് പേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ Right. ടൂത്ത് പേസ്റ്റിൽ 2 കമ്പോണൻസ് ഉള്ളത് എല്ലാ ടൂത്ത് പേസ്റ്റിലും ഉണ്ട്. Okay. ഒന്ന് ആക്റ്റീവ്, ഒന്ന് ഇനാക്റ്റീവ്. Okay. ഈ ഇനാക്റ്റീവ് എല്ലാ ടൂത്ത് പേസ്റ്റിലും സെയിമാണ്. അത് ബേസിക്കലി ഈ ഒരു ഫ്ലേവറിങ് ഏജൻറ്റ്, ഡിറ്റർജൻറ്റ് അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. Okay. ആക്റ്റീവ് ഏജൻറ്റ്സ് 3-4 തരം ഉണ്ട്. Okay. ചിലതിൽ വൈറ്റനിങ് ഏജൻറ്റാണ്, ചിലർ കാൽക്കുലസ് റിമൂവലുള്ള ഏജൻറ്റ്സ് ആണ്, ചിലർ ഡീസെൻസിറ്റൈസിങ് ഏജൻറ്റ്സ് ആയിരിക്കും, ചിലർ ഫ്ലൂറൈഡ് ആയിരിക്കും. Okay. ഈ 4 കമ്പോണൻസ് ആണ് സാധാരണ എല്ലാ പേസ്റ്റിലും വരിക. Okay. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് മിനിമൽ. സാധാരണ ചിലതിൽ 1 to 0.5% ഒക്കെ ഉള്ളൂ ഈ തെറാപ്പറ്റിക് ഏജൻറ്റ്സ്. Okay. പക്ഷേ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ചെയ്യാം. ചിലവർക്ക് പല്ല് വെളുക്കണം എന്ന് പറഞ്ഞിട്ട് വൈറ്റനിങ് കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട്. ചിലവർക്ക് ഇപ്പോൾ ഫ്ലൂറൈഡ്, ഫോർ എക്സാമ്പിൾ, ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് നമ്മുടെ പല്ലിനെ സ്ട്രോങ്ങർ ആക്കും. അതൊരു പ്രൂവൺ ഫാക്റ്റാണ്. Okay. അതിൽ നമ്മുടെ ടൂത്ത് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് എ മെറ്റീരിയൽ കോൾ ഹൈഡ്രോക്സി അപ്പിറ്റൈറ്റ്. ഈ ഫ്ലൂറൈഡ് വെച്ച് തേക്കുമ്പോൾ അത് ഫ്ലൂറോക്സി അപ്പിറ്റൈറ്റ് ആവും, വിച്ച് റെസിസ്റ്റ് കേരീസ്. Okay. അപ്പോൾ ലോങ് ലൈഫും കൂടുതൽ കാലവും നമുക്ക് പല്ല് കേടുവരാണ്ട് കൊണ്ടുനടക്കാം. അപ്പോൾ ഫ്ലൂറൈഡാണ്. പിന്നെ ഉള്ള വൈറ്റനിങ് ഏജൻറ്റാണ്. വൈറ്റനിങ് ഏജൻറ്റ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ പെറോക്സൈഡ് ഉണ്ട്. ഒരു 3 to 4% പെറോക്സൈഡ് ഉണ്ട്. പെറോക്സൈഡ് ചില ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും. അപ്പോൾ ലോങ് ടേമിൽ പെറോക്സൈഡ് ഉള്ള ഉപയോഗിച്ചിട്ട് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ പല്ല് വെളുക്കായിരിക്കും, പക്ഷേ അതിനോടൊപ്പം പുളിപ്പും വേറെ പ്രശ്നങ്ങൾ വരും. Okay. Okay. പിന്നെ ഉള്ള കാൽക്കുലസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ടുള്ള പേസ്റ്റ്, ദാറ്റ് ഇസ് നൈസ്. Right. ഇപ്പോൾ പേസ്റ്റ് ഏതാ ഐഡിയൽ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയേണ്ടത് നമ്മൾ പേസ്റ്റ് കയ്യിലെടുക്കാം. 2 പേസ്റ്റ്, ഫോർ എക്സാമ്പിൾ ചെറിയ പേസ്റ്റ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരച്ചു നോക്കുക. ഇപ്പോൾ റഫായിട്ട് ഫീൽ ചെയ്യാണ്, മീൻസ് ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് അബ്രേസീവ് ഇൻ ഇറ്റ്. ഡോണ്ട് യൂസ് ദാറ്റ്. Okay. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ അബ്രേസീവ് ഉള്ള പല്ല് വെച്ച് തേക്കുമ്പോൾ, പല്ല് തേച്ച് കഴിയുമ്പോൾ നല്ലൊരു ടിങ്ക്ലിങ് ഫീലിങ്ങും പല്ല് ക്ലീനായി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അതല്ല, പല്ലിനെ തേച്ച് കളയാം. നേരത്തെ പറഞ്ഞത് വീണ്ടും പറയണു, ഇനാമൽ ഇസ് നെവർ റീപ്ലേസ്ഡ്. Okay. അപ്പോൾ നമ്മൾ ഇനാമലിനെ തേച്ച് കളയാണ്. Right. അപ്പോൾ എബ്രേസീവ് കുറഞ്ഞ ടൂത്ത് പേസ്റ്റാണ് എപ്പോഴും ഉപയോഗിക്കാൻ ഐഡിയൽ. ഞാനെപ്പോഴും പറയും വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് ഇസ് ഐഡിയൽ. കളർഡ് ഉപയോഗിക്കേണ്ടെന്നല്ല പറയണേ, Right. ചില കളർഡൊക്കെ നല്ലതുമുണ്ട്. Okay. So first of all, I think what I understood is mainly look for fluoride-rich toothpaste. ടൂത്ത് പേസ്റ്റ് എക്സാക്ട്ലി. And is it similar for kids also? കിഡ്സിന് ഐഡിയലി 5 yearsന് താഴെ ഫ്ലൂറൈഡ് കൊടുക്കരുത്. Okay. എബോവ് 5 years ഒരു 500 ppm പാർട്സ് പെർ മില്യൺ ഉള്ള കൊടുക്കാം. എബോവ് 12 years ആകുമ്പോൾ 1000 ppm ഉള്ള ടൂത്ത് പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഇഷ്ടംമാതിരി പേസ്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു രീതിയിൽ പെർസെൻറ്റേജ് ഒക്കെ വെച്ചിട്ട് പലതരം ടൂത്ത് പേസ്റ്റ് ഇറങ്ങുന്നുണ്ട്. So above 5 fluoride rich നോക്കാം. നോട്ട് വെരി റിച്ച് ആഫ്റ്റർ 12. Oh, okay. 5 to 12 you can give 500 ppm parts per million 500 ppm. on the toothpaste. Okay. Above 12 you can give 1000 ppm.